നമസ്കാരം. 2023 മെയ് 19 വരെ പ്രചാരത്തിലുണ്ടായിരുന്ന 2000 രൂപ കറൻസി നോട്ടുകളിൽ 97.62% ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് തിരിച്ചെത്തിയതായി അറിയിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2023 മെയ് 19 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചപ്പോൾ 3.56 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളായിരുന്നു അന്ന് വിപണിയിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം ഫെബ്രുവരി 29 വരെയുള്ള കണക്കുകൾ പ്രകാരം 2000 രൂപയുടെ 8,470 കോടി രൂപയുടെ നോട്ടുകൾ ഇപ്പോഴും ജനങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ത്യ പോസ്റ്റ് വഴി പോസ്റ്റ് ഓഫീസിൽ നിന്നും 2000 രൂപ നോട്ടുകൾ RBI ഓഫീസിലേക്ക് അയച്ച് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതിനിടയിലാണ് ഇത്രയധികം കോടി രൂപയുടെ, ഏകദേശം 8,470 കോടി രൂപയുടെ നോട്ടുകൾ ഇപ്പോഴും ജനങ്ങളുടെ കയ്യിലുള്ളത്. എന്നിട്ടും ഈ 8,470 കോടി രൂപയുടെ നോട്ടുകൾ മാറ്റി വാങ്ങാൻ കഴിയാതെ പോയത് ആർക്കാവും എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇവിടെയാണ് ഈ പണം കള്ളപ്പണക്കാരുടെ കൈവശമാണ് ഉള്ളത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയരുന്നത്. ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായാണ് ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ പ്രചാരത്തിൽ നിന്നും പിൻവലിക്കുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചത്. 2000 രൂപ നോട്ടുകൾ നിക്ഷേപിക്കുന്നതിനും മാറ്റുന്നതിനുമുള്ള സൗകര്യം 2023 ഒക്ടോബർ 7 വരെ രാജ്യത്തെ എല്ലാ ബാങ്ക് ശാഖകളിലും ലഭ്യമായിരുന്നു. 2023 മെയ് 19 മുതൽ റിസർവ് ബാങ്കിന്റെ 19 ഓഫീസുകളിൽ നോട്ടുകൾ മാറ്റുന്നതിനുള്ള സൗകര്യവും ലഭ്യമായിരുന്നു. അഹമ്മദാബാദ്, ബംഗളൂരു, ബേലാപ്പൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ചണ്ഡീഗഡ്, ചെന്നൈ, ജമ്മു, കാൺപൂർ, കൊൽക്കത്ത, ദില്ലി, മുംബൈ തുടങ്ങിയ ഇടങ്ങളിലൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലാവട്ടെ തിരുവനന്തപുരത്തും ഇതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നോട്ട് നിരോധനത്തിന് ശേഷവും 2000 രൂപ നോട്ടുകൾ പിൻവലിച്ച ശേഷവും കള്ളപ്പണം എവിടെ എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരം കൂടിയാണ് ഈ ഫെബ്രുവരി 29 വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കിൽ പ്രതിഫലിക്കുന്നത്. ഈ 8,470 കോടി രൂപ ഇപ്പോഴും ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.